ഗുഡ് ഡേ എവ്രി വൺ. ഞാനിന്നിപ്പോൾ ഇവിടെ ഉള്ളത് വെസ്റ്റ് സിക്കിമിലാണ്. വെസ്റ്റ് സിക്കിമിൽ കെച്ചുപ്പേരി ലേക്ക് എന്ന് പറയുന്നൊരു ലേക്കിലൊക്കെ ഉള്ള ഹൈക്കിലാണ് ഞാനിവിടെ. ഇതാണ് ലേക്കിൻ്റെ എൻട്രൻസ്. ഇവിടെ നിന്ന് നമ്മളൊരു 10-15 മിനിറ്റ് ഹൈക്ക് ചെയ്ത് വേണം ലേക്കിലെത്താൻ. ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴൊരു മൊണാസ്ട്രി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ലേക്കിലോട്ട് പോകുന്ന വഴിയുള്ളൊരു ചെറിയൊരു പോണ്ടാണ്. ഇവിടെ കുറേ ഫിഷസും കാര്യങ്ങളും ഉണ്ട്. ആ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഒരുപാട് ഫിഷസ് ഉണ്ട് ഇവിടെ. ഇതൊരു ചെറിയ അമ്പലമാണ്, ബുദ്ധ അമ്പലം. ഇതിനകത്തൊരു വീലൊക്കെ ഇരിപ്പുണ്ട്. കണ്ട, നമുക്കിങ്ങനെ കിടക്കാം. ഭയങ്കര കിടക്കാം, ഇച്ചിരി വെയിറ്റ് ഉണ്ട്. സംഗ്ഡോ പാലറി ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ അണയാത്തൊരു ദീപമൊക്കെ വെച്ചിട്ടുണ്ട്. ഡൽഹിലാമയും ഇവിടുത്തെ മൊണാസ്ട്രി ചീഫും തമ്മിലുള്ള ഫോട്ടോ. കുറച്ച് സ്തൂപങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലേക്കിലോട്ട് പോകുന്ന വഴി. ഗൈസ്, ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ആർക്കെങ്കിലും വീട് വെക്കണമെങ്കിൽ ഇങ്ങനെ കല്ല് അടുക്കി വെച്ചാൽ മതി. ഇത് തിരുപ്പതിയിലും ശ്രീശൈലത്തും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സെയിം സംഭവമാണെന്ന് തോന്നുന്നു ഗൈസ്. ഈ ട്രെയിൽ റൂട്ടിൽ ഏകദേശം 387 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ട്രെയിൽ റൂട്ടാണിത്. ഈ ലേക്കിൻ്റെ ടോട്ടൽ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1872 ഹെക്ടേഴ്സാണ് ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നമ്മൾ കാണാൻ വന്ന ലേക്ക്. ഇതൊരു ഹോളി ലേക്കാണ്. ഇവിടെ ഫുള്ള് സ്തൂപങ്ങളാണ് ഈ ലേക്കിൻ്റെ സൈഡിൽ. ഇത് ഒരു ബട്ടർ ലാമ്പ് ഹൗസ് എന്ന് പറയുന്ന സംഭവമാണ്. ഈ ലേക്കിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഹിഡൻ കേവ് കാണാൻ പറ്റും. ഗുരു റിംപോച്ചെ ഹിഡൻ കേവ്, അതാണ് എൻ്റെ പേര്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ്സ് വാക്ക് ചെയ്യാനുണ്ട്. ഇവിടെ പിന്നെയും കുറച്ച് മോണുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വീലുകളും ഗുരു പത്മനാഭദാസയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. പുള്ളിയും ഒരു ബുദ്ധൻ്റെ ഒരു അവതാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീടും ഒരു സ്തൂപം. ഇതാണ് റിംപോച്ചെ കേവിലോട്ട് നടന്നുകൊണ്ട വഴി. കുറച്ച് ഹൈറ്റിൽ നമ്മൾ ഇന്നിപ്പം സ്റ്റെപ്പ് കയറണം. ഇങ്ങനെയാണ് പോകേണ്ടത്. ഇതാണ് ലേക്ക്. വലിയ രസമൊന്നുമില്ല ലേക്ക് കാണാൻ, കുറച്ച് ഫ്രോസൺ ആണ്.
ഇതെനിക്ക് നാട്ടിൽ മറ്റേ ചില പുഞ്ചയിലൊക്കെ പോച്ച പിടിച്ച് നിൽക്കത്തില്ലേ, അതുകൊണ്ടൊക്കെ തോന്നുന്നു. വലുതായിട്ട് മെയിൻറ്റെയിൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇതിലേക്ക്. പക്ഷേ ഇതെന്തോ നമ്മുടെ പമ്പാ നദി പോലെയൊക്കെ എന്തൊരു ഹോളി നദിയാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം. പമ്പയുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ. ഈ കേവിലോട്ടുള്ള വഴി ചെറിയ ഒരു മുകളിലോട്ടൊക്കെ കയറണം. ഇതാണ് കേവിലോട്ട് പോകുന്ന വഴി. ഇച്ചിരി നല്ല സ്റ്റെപ്പ് പോലെ കയറാറുണ്ട്. ഇത് കുറേ നടക്കാനുണ്ട് ഗൈസ്. ഞാൻ പെട്ടു ഗൈസ്. ഇത് കണ്ട, ഈ റിംപോച്ചയ്ക്ക് വേറെ എവിടെ ഇരിക്കാനും സ്ഥലം കിട്ടിയില്ലേ. ഈ കേവ് ഇത്രയും മുകളിൽ തന്നെ പോകേണ്ടി വന്നായിരുന്ന. 3, 2, 1 go. Move. ഗായ്സ്, വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ വരാവുള്ളൂ. അല്ല ഇങ്ങനെ കടന്ന് കലയ്ക്കും. ഇവിടെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അവസാനം കഷ്ടപ്പെട്ട് മുകളിൽ കയറിയിട്ട് ഒരു തേങ്ങ കാണാനില്ലെങ്കിൽ ഞാൻ സീനാക്കും ഗൈസ്. എൻ്റെ സ്വഭാവം അറിയാമല്ല ഗൈസ്. അങ്ങനെ കേവിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. റിംപോച്ച കേവ്. ഇതാണ് കേവിലോട്ടുള്ള എൻട്രി. ആ കാണുന്നതാണ് കേവ്. അപ്പോൾ നമുക്ക് കയറാം. ഇങ്ങനെയാണ്. ഗൈസ്, ഇതാണ് കേവ്. വാവ്, മൈ ഗോഡ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കുഞ്ഞപ്പാ, give hand to me. Give the other hand. Kere. Okay. Look at there. Anga par. ശരിക്കും ഇത് വൃത്തിയാണ്. ഞാനിനി ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോയി കാണിച്ചു തരാം ഗൈസ്. നിങ്ങളവിടെ നിന്ന് കേട്ടോ, അങ്ങോട്ട് വരണ്ട. അവിടെ വഴിയില്ല. एक ओमकार सचिना. സുഭാഷില്ല ഗൈസ്, പത്മനാഭദാസ മാത്രമേ ഉള്ളൂ. ശൂരനോ ഗൈസ്. ഇതാണ് റിംപോച്ചയ്ക്ക്. റിംപോച്ച ഇവിടാണ് വന്ന് മെഡിറ്റേറ്റ് ചെയ്തത് പണ്ട്. ഏത് അവനെങ്ങനെ വരും ഗൈസ്? ഇതാണ് കേവിൻ്റെ ഉൾവശം. എന്താ
ശരിക്കും പോത്തിട്ടാണ് ഇത്ര വരെ നല്ല തണുപ്പ്. ഇതാണ് ഗുരു പത്മദാസ പുള്ളിയുടെയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ ശരിക്കും. അവിടെ ഒരു ഗ്രാമമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ല. ലോക്കലൈറ്റ്സായിട്ടൊക്കെ ഇപ്പോൾ സംസാരിക്കാൻ പോയി. അവർ കഴിക്കാൻ എന്തോ ഒരു സാധനം തന്നു. ആയൊക്കെ കൊള്ളത്തില്ല, ഭയങ്കര ചൊവ്വ, ഭയങ്കര ഹെൽത്തി സാധനമെന്നാണ് പറഞ്ഞത്. രക്ഷയില്ല. നമ്മളിപ്പം സിക്കിമിലെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലൂടെയൊക്കെ നടന്നു വരികയാണ്. വെസ്റ്റ് സിക്കിമിലെ ഇതൊക്കെ ഇവിടെ കുറേ സ്തൂപങ്ങളൊക്കെ ഗ്രാമങ്ങളുടെ ഇടയിലൊക്കെ പണിഞ്ഞു വെച്ചൊക്കെയാണ്. അതൊക്കെ വീടുകളാണ് ഇവിടുത്തെ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് സിക്കിമിൽ. എല്ലാവരുടെയും മുഖത്ത് നമുക്ക് എപ്പോഴും ചിരി കാണാം നമ്മളെ നോക്കി. ഹിമാചലിലൊക്കെ റിമോട്ട് വില്ലേജസിലൊക്കെ ചിലപ്പം വിസിറ്റ് ചെയ്യുമ്പം അവരൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ നോക്കും. പക്ഷേ ഇവിടെ എല്ലാവരും ചിരിച്ചുകൊണ്ട്, ലൈക്ക് ഇത് കുറച്ചും കൂടെ റിമോട്ടായിട്ടുള്ളൊരു വില്ലേജാണ് കേട്ടോ. അപ്പം ഇവിടെ ഹിന്ദിയൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അവരവരുടെ ലോക്കൽ ലെപ്ച ലാംഗ്വേജ് അല്ലെങ്കിൽ ബൂട്ടിയ ലാംഗ്വേജൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ക്യാബേജ് ആണെന്ന് തോന്നുന്നു ഇവിടെ ഇട്ടേക്കുന്നത്. സിക്കിമിലെ കൃഷികളൊക്കെ ഭയങ്കര 100% ഓർഗാനിക്കാണ്. ഇത് കണ്ടോ, ഈ ലീഫി വെജിറ്റബിൾസൊക്കെ പക്ക ഓർഗാനിക് സാധനമാണ്. അവർ നോ ഫെർട്ടിലൈസേഴ്സ്, നോ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. എൻ്റെ ഇവിടുത്തെ ഒരു നല്ല വീടാണ്. മുകളിലൊക്കെ വുഡും കല്ലുകളും മാത്രം വെച്ചുകൊണ്ടുള്ള. താഴെ കണ്ട ലേക്കാണ്, അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന്. കണ്ടോ, നമ്മൾ വില്ലേജസിൻ്റെ ഇവിടുത്തെ കുറച്ച് വില്ലേജസിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു പാത്താണ്. നടന്ന് താഴോട്ട് പോവുകയാണ്. നമ്മുടെ ക്യാബ് ചേട്ടൻ താഴെ നമുക്ക് വേണ്ടി വീട്ടിരിപ്പുണ്ട്. ഇവിടുന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങണം. പക്ഷേ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിൽ തന്നെ കുറേ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ന് കുറേ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ട ആ പാത്ത് കണ്ട. ഇവിടെ ആൾക്കാർ താഴേന്ന് മുകളിലോട്ട് സാധനങ്ങളൊക്കെ എത്തിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. കാരണം ഇതിലെ കൂടെ വണ്ടിയൊന്നും പോത്തൊന്നുമില്ല. കാരണം നമ്മൾ ആ ലേക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ടിക്കറ്റ് കൗണ്ടർ കണ്ടേ, അവിടെ നിന്ന് ഇവിടം വരെ സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് തന്നെ വരണം. അല്ലാതെ ഒരു വഴിയില്ല മുകളിലെത്തിക്കാൻ. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ്. വ്യൂ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ഒരു ഗ്രാമമാണ്. വീടുകളൊക്കെ കണ്ട ബാക്കിൽ. ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ കുഞ്ചപ്പ. ഇത് കാടാ, മൊത്തം കാടാണ്, മൊത്തം ലീഫ്. അതെ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ നേരത്തെ പോയ വഴി തിരിച്ച് വന്നിരിക്കുകയാണ്. കാട്ടിലുള്ള റൂട്ട് ഇറങ്ങി നമ്മളിപ്പം ഇനിയിപ്പം നമ്മുടെ കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് പോവുകയാണ്. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ലേക്കിൻ്റെ കാഴ്ചകൾ. എനിക്ക് ലേക്കിനേക്കാളും ഇഷ്ടപ്പെട്ടത് മുകളിലത്തെ കേവ് ആയിരുന്നു, റിംപോച്ച കേവ്. പിന്നെ അതിൻ്റെ അടുത്തോട്ടുള്ള വില്ലേജസുകളും എനിക്കിഷ്ടപ്പെട്ടു. അതേ ഉള്ളൂ. ഹായ് 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 ഹായ്. കുട്ടി മൈൻഡ് ചെയ്തില്ല, ചമ്മി പോയി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. ടാറ്റ.